CPM-ന്റെ നോമിനിയായിരുന്ന PS പ്രശാന്ത് ഈ കാര്യത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്നത് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു കൊണ്ട് പ്രശാന്ത് നടത്തിയ ഗുരുതരമായ തെറ്റുകൾ, ബോർഡ് എടുത്ത തീരുമാനങ്ങൾ, ഇതേ സംബന്ധിച്ച് അദ്ദേഹത്തെ 2 തവണ രഹസ്യമായി ചോദ്യം ചെയ്ത് വിടുകയാണ് ചെയ്തത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച PS പ്രശാന്തിൻ്റെ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കൃത്യവിലോപങ്ങളും തീരുമാനങ്ങളും അന്വേഷിക്കാതെ, അതുപോലെ തന്നെ വൻ തോക്കുകളിലേക്ക്, മുൻ മന്ത്രിമാരിലേക്ക്, ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ശബരിമല ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ ചുട്ട മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല.